ഈ മരണവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ 2.5 വയസ്സ് തികയാത്ത കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പറയുമ്പോൾ ഈ നാട് മുഴുവനും തേങ്ങലോടുകൂടിയാണ് കേട്ടത്. ഇന്നലെ രാവിലെ ഒരു 6 മണിയോടുകൂടിയാണ് ഈ മരണം ഞാൻ അറിയുന്നത്. ഞാനൊരു 6:15, 6:30ക്ക് മുന്നേ തന്നെ 6:15 സമയം കഴിയുന്ന സമയത്ത് അവിടെ എത്തി കാര്യങ്ങൾ തിരക്കുമ്പോഴേക്കും ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അമ്മയിൽ നിന്നൊന്ന്, മകളിൽ നിന്ന് ഒന്ന് പറയുന്നു. പക്ഷെ ഇതിലെല്ലാത്തിലും വന്നു നിൽക്കുന്നത് ശ്രീധുവിന്റെ ബ്രെയിൻ തന്നെയാണ്. കാരണം ശ്രീധുവിന്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ ശ്രീധു വിവാഹത്തിന് മുമ്പ് തന്നെ തട്ടിപ്പിന്റെ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. എന്ന് പറയുമ്പോൾ ശ്രീധു വിവാഹത്തിന് മുമ്പ് തന്നെ അവൾ ബന്ധത്തിൽപ്പെട്ട ഒരാളെ, ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലായിരുന്നു. ആ പ്രണയം നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന തരത്തിലായിരുന്നു. പക്ഷെ ആ പ്രണയം പിന്നീട് ചീറ്റിപ്പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും, ഒരുപാട് ദിവസമൊന്നുമല്ല, അതൊരു 10-15 ദിവസം കഴിയുമ്പോഴേക്കും അറിയുന്നത് ഷെയ്ദുവിന്റെ കയ്യിൽ പക്കലുണ്ടായിരുന്ന 6-7 പവനോളം വരുന്ന ആഭരണം ഈ പയ്യൻ തപ്പിക്കൊണ്ടുപോയി എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ആ പയ്യൻ അങ്ങനെ തപ്പിക്കൊണ്ടുപോകുന്ന ഒരാളല്ല. പക്ഷെ ഇവർ യഥാർത്ഥത്തിൽ അതങ്ങനെ ഉറച്ചു നിന്ന് ശ്രീധുക്ക് നിന്നപ്പോൾ, ശ്രീധുവിന്റെ അമ്മയും കൂടെ ഉറച്ചു നിന്നപ്പോഴേക്കും ആ പയ്യന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്ന ആളായിരുന്നു. ഇപ്പൊ പിന്നെ ചായക്കട നടത്തി. അയാൾ മാന്യനായതുകൊണ്ട് ആ കാശൊക്കെ അതിൻ്റെ ഇത് തിരിച്ചു കൊടുത്തുകൊണ്ട് വീട്ടിട്ടുണ്ട്. പക്ഷെ അത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു, ആരിൽ നിന്ന്, ഈ പയ്യന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, പക്ഷെ അവർ പറഞ്ഞതുകൊണ്ട് കൊടുത്തു എന്നാണ്. ഇതൊരു ഉദാഹരണമാണ്. അപ്പോൾ അന്നേ സാമ്പത്തിക രംഗങ്ങൾ പൈസ വരുത്തുന്നതിലൊക്കെ ശ്രീധുവിന് പ്രത്യേകമായ താല്പര്യമുണ്ട്. ഇപ്പോ എന്നാൽ മാന്യമായി കഴിഞ്ഞുകൊണ്ട് നാട്ടുകാർക്കൊന്നും വേറൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉള്ള എല്ലാ, അമ്മ ക്ഷേത്രകഴകമായി ജോലിക്ക് പോകുമ്പോഴും അമ്മയോടൊപ്പം ഈ 2 മക്കളുണ്ടാകും. ചിലവുണ്ടെങ്കിൽ അതില്ലെങ്കിൽ അവര് മാന്യമായി തന്നെ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഈ ശ്രീധുവിന് ജോലി കിട്ടി എന്നൊരു 2 വർഷത്തോളമായി ദേവസ്വം ബോർഡിൽ കിട്ടി. അത് ശ്രീധു തന്നെ ആളുകളോട് പറഞ്ഞു, എനിക്ക് 1 ലക്ഷത്തിലേറെ ശമ്പളമുണ്ട്, എനിക്ക് ആളുകളെ എനിക്ക് വേണമെങ്കിൽ പോസ്റ്റിംഗ് കൊടുക്കാൻ കഴിയുന്ന സംവിധാനം എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്, അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയും ശ്രീധുവിനോടൊപ്പം പഠിച്ചിരുന്ന ആളുകളിൽ നിന്ന് പോലും ഉച്ചക്കട ഭാഗത്തു നിന്നൊക്കെ വരുന്നവരിൽ നിന്ന് പൈസ വാങ്ങിയതായി ശ്രീധുവിൻ്റെ അമ്മ എപ്പോൾ ജോലി ചെയ്യുന്ന അംഗനവാടി മേഖലകളിൽ നിന്ന്, ടീച്ചർമാരിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ പരിസര പ്രദേശത്ത്, എൻ്റെ വാർഡിനകത്ത് തന്നെ പല വീടുകളിൽ നിന്നും സ്ത്രീകളിൽ നിന്ന് ആഭരണം ഒരാഴ്ചയ്ക്ക് അത് കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുണ്ട്. അതേ വീട്ടിൽ തന്നെ പുരുഷന്മാരിൽ നിന്ന് പണം 10,000 ഒക്കെ കടം വാങ്ങി പലിശയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആരും രംഗത്ത് പറയാത്തത് ഈ സംഭവങ്ങളിൽ പ്രതിയായി പോകുമോ, നാണക്കേട്, പേടി, ഇതുകൊണ്ടാണ്. കരിയെ സംബന്ധിച്ചിടത്തോളം ABC എന്ന് എഴുതാൻ അറിയില്ലാത്തതുകൊണ്ട് പഠിച്ചപ്പോൾ പരീക്ഷയ്ക്ക്, അവൻ SLC പരീക്ഷയ്ക്ക് എഴുതുമ്പോഴേക്കും സഹായി ആളെ വെച്ചാണ് പരീക്ഷ എഴുതുന്നത്. അങ്ങനെയുള്ളൊരു കുട്ടിയാണ്. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഒരു വിദ്യാർത്ഥിയെ ഉപദ്രവിക്കുന്ന ആളല്ല. ഇപ്പൊ പക്ഷെ അവന്റെ രൂപത്തിലും ഭാവത്തിലും മാറ്റമുണ്ട്. നേരത്തെ ശാരീരികമായി മെലിഞ്ഞ, അതായത് ശാരീരിക വളർച്ച കുറഞ്ഞ ഒരു കുട്ടിയാണ്. പക്ഷെ ഇപ്പൊ ഇത് പറയുമ്പോഴേക്കും, ഇങ്ങനെ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇന്ന് ലജ്ജയോടുകൂടിയാണ് ഞങ്ങൾ ഈ നാട്ടുകാരൊക്കെ നിങ്ങളുടെ മുമ്പിൽ പോലും ഫേസ് ചെയ്യുന്നത്. കാരണം ഒരിക്കൽ പോലും നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത വിധം സഹോദരനും സഹോദരിയും തമ്മിൽ നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് മറ്റൊരു ലോകത്തിൽ അവർ എത്തി നിൽക്കുന്നത് കേൾക്കുമ്പോഴേക്കും ഞങ്ങൾക്കിത് ചിന്തിക്കാൻ കഴിയുന്നില്ല. അത്ര കണ്ട് അരിശമുണ്ട് ഈ നാട്ടുകാർക്ക്. കാരണം ഒരിക്കൽ പോലും ഞങ്ങളുടെ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കഴകമായിരുന്നു. ചെല്ലുന്ന ഭക്തരെല്ലാം വളരെ ഭവ്യതയോട് നിന്നിരുന്നു. അവരെല്ലാം ഇന്ന് ലജ്ജ കൊണ്ട് അല്ലെങ്കിൽ പുച്ഛിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് രാഗിണിയുടെ ഭർത്താവ് അല്ലെങ്കിൽ ശ്രീധുവിന്റെ അച്ഛന്റെ മരണത്തിൽ സംശയമുണ്ട് നാട്ടുകാർക്ക്. കാരണം സാധാരണ ഞങ്ങൾ നാട്ടുപുറത്ത് സുഖമില്ലാതെ ഒരാൾ കിടന്ന് 70 വയസ്സോ 80, 90 വയസ്സോ ആയിക്കോട്ടെ മരണപ്പെട്ടു പോയാൽ അത് ബന്ധുക്കളൊന്ന്, പഴയ കാലത്തെ ആളുകൾ അല്ലെങ്കിൽ അടുത്തൊരു കൈനാടി നോക്കും. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ തൊട്ടടുത്ത് ഇരിക്കുന്ന സ്വകാര്യ ആശുപത്രി ഡോക്ടറെ വാഹനത്തിൽ കൊണ്ടുവന്ന് നമ്മൾ പരിശോധിക്കും. അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമാണ് മരണം സ്ഥിരീകരിക്കുന്നത്. പക്ഷെ ഇതങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇതൊരു 7 മണിയോട് മരിച്ചു എന്ന് അവർ തന്നെ ബന്ധുക്കളെ അറിയിക്കുന്നതും അപ്പോഴും അതിനോടനുബന്ധിച്ചുള്ള പ്രക്രിയയാണ്. ഞാനൊരിക്കലും ഇവിടെ ഞാനിങ്ങനെ താഴെ നിന്ന് വണ്ടിയിൽ ഒരു 7 മണിയോടുകൂടി എൻ്റെ ചേതക്ക് വണ്ടിയിൽ ഞാൻ എൻ്റെ ഗേറ്റിടെ നിൽക്കുമ്പോഴേക്കും ഈ ശ്രീധുവിന്റെ മാമൻ, നമ്മൾ ഇന്നലെ കുട്ടിയെ കൊണ്ട് മറവ് ചെയ്യാൻ വേണ്ടി കടത്തിയ വീട്ടിലെ ശ്രീധരൻ നായരുടെ ഭാര്യ രാജമ്മ തങ്കച്ചി വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവര് അതേ വേഷത്തിൽ തന്നെ നൈറ്റി കിട്ടുകൊണ്ട് തന്നെയാണ് ഓടി ഇങ്ങനെ വരുന്നത്. അപ്പൊ എന്നെ കണ്ടുകൊണ്ട് മെമ്പറെ എന്ന് വിളിച്ചു. ഞാൻ വണ്ടി നിർത്തി, അവർ വന്ന് ഓടിയെന്ന്. അതിങ്ങനെ രാഗിണിയുടെ ഭർത്താവ് ഉദയൻ മരണപ്പെട്ടു, താഴെ ആൾ കൂടി നിൽപ്പുണ്ടെന്ന്. ഞാനത് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സമയത്ത് തന്നെ ഒരു പയ്യൻ, അവർ ബന്ധത്തിലുള്ള പയ്യൻ അറിഞ്ഞ് 2 വീലറിൽ വരെയാണ്. അപ്പോൾ അവനോട് പറഞ്ഞു, അവന്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, നീ പോയിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ നിൽക്കും, പക്ഷെ നീ അവർ പറയുന്ന കേട്ട് വരരുത്, അകത്ത് കയറി ഉദയനെ കണ്ടതിന് ശേഷം നീ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം നീ വരാനെന്ന് പറഞ്ഞു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പയ്യൻ എന്ന് പറഞ്ഞു മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അന്നേ ദിവസം തന്നെ അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ ഞാനവിടെ ഇരിക്കുമ്പോഴേക്കും മാറാനല്ലൂർ ശാന്തി കവാടത്തിൽ ദഹന പ്രക്രിയ അടക്കം ചെയ്യുന്നതിന് NSSന്റെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ഒന്ന് ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിൽ ആ കടമുറിയിൽ കസേരയിട്ടിരുന്നാണ്. ഞാനാണ് ശാന്തി കവാടത്തിൽ വിളിക്കുന്നതും ഈ മറവ് ചെയ്യുന്നതിന് പിറ്റേന്ന് സമയം 1 മണി ഫിക്സ് ചെയ്യുന്നതെല്ലാം ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, കൊണ്ടിയിലും റേഷൻ കാർഡിന് ചെല്ലണം, BP ആണെങ്കിൽ പൈസ കുറവാണ്,
വീട്ടിലൊരാളിൻ്റെ ആധാറിൻ്റെ കോപ്പി കൊണ്ടുവരണം, മരണപ്പെട്ട ആളിൻ്റെ ആധാറിൻ്റെ കോപ്പിയും FIR കോപ്പിയൊക്കെ കൊണ്ടുവരണം. അതിൻ്റെ പ്രൊസീജിയർ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതാണെങ്കിൽ FIR കോപ്പി, ഇതിനത് വേണ്ട. അപ്പോൾ അന്ന് കൊണ്ടുവന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ പയ്യനെ വിളിക്കുകയാണ്, ഹരിയെ വിളിക്കുകയാണ്. NSSൻ്റെ ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ഇനി സമയമാകുമ്പോൾ ഒന്നും നോക്കാൻ പറ്റില്ല, നിൻ്റെ ആധാറിൻ്റെ കോപ്പി കൊണ്ടുവന്നു. അപ്പോൾ ഈ ആധാർ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അവൻ പറഞ്ഞത് ആ അച്ഛൻ്റെ 2 പല്ല് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം ഏതൊക്കെയായിട്ട് ഞങ്ങളങ്ങനെ ലാഘവത്തിൽ കൊടുക്കണം. കാരണം വെച്ചാൽ പിടിച്ചങ്ങോട്ട് എന്നിട്ട് പോയ വഴിക്ക് വല്ലതും വീണതാകും എന്ന് ഞാൻ കേട്ടതാണ്, മറ്റൊരാൾ എന്നോട് പറഞ്ഞതല്ല. അത് ഞങ്ങളങ്ങ് കളഞ്ഞു. പക്ഷെ ഇപ്പം ഈ വിഷയങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾക്കതിലും സംശയമുണ്ട്. കാരണം ഇവരുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെ പോലും വകവരുത്തുന്നതിന് ഇവർക്ക് മടിയില്ല എന്നുള്ളതാണ് യഥാർത്ഥം. കാരണം ഇവർ ഈ നിംസിൽ കിടക്കുന്ന സമയത്ത് ഇവരുടെ ബന്ധുക്കൾ, അതായത് ഈ ഉദയന്റെ ബന്ധുക്കൾ അന്തിയൂരിലാണ്. ആ വീട്ടിലെ ബന്ധുക്കളുടെ അടുത്ത് പോയി 10-15 ലക്ഷം രൂപയോളം വരുന്ന സർജറിയാണ് ചെയ്യേണ്ടത്, ഓരോ കുടുംബക്കാരും ഇത്ര ലക്ഷം രൂപ വെച്ച് തരണം എന്ന് പറഞ്ഞ് അറിയിക്കുന്നു. അതിൽ ഈ ഉദയന്റെ ജ്യേഷ്ഠന്റെ കുടുംബത്തിൽ വരുന്ന ഒരാൾ ഞങ്ങളുടെ പാർട്ടിക്കാരനും എൻ്റെ സുഹൃത്തുമാണ്. അപ്പം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മെമ്പർ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഒന്ന് തിരക്കി പറഞ്ഞു തരാവുന്നത്. ഞാൻ അങ്ങനെ ഈ വിഷയത്തിന് വേണ്ടി തിരക്കാൻ വേണ്ടി 1-2 പേരുമായി പരിസരവാസികളും ആയിട്ടൊക്കെ ഞാൻ ബന്ധപ്പെട്ട് തിരക്കുമ്പോൾ നിംസിലാണ്, കുറവുണ്ട്, ഞാൻ കൊണ്ടുവരും, പക്ഷേ ഈ പിറ്റേന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തിഞ്ഞ് പോകുന്നു. പക്ഷേ ഇവിടെ ആളുകളുടെ മുമ്പിൽ ഇവർ ഇദ്ദേഹത്തിന് എന്തൊക്കെ അസുഖമാണ് പറയണമെന്ന് അറിയില്ല. ഒരിക്കൽ പറയും ക്യാൻസറാണ്, ചിത്രയിൽ കൊണ്ടുപോകണമെന്ന് പറയും, ഒരിക്കൽ പറയും പിന്നെ ലിവർ സിറോസ് ആണ്. അപ്പം ഇതൊക്കെ എല്ലാം ബന്ധപ്പെട്ടവർ നിൽക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. പക്ഷെ എങ്കിൽ ഇങ്ങനെ മാറി മാറി സാധാരണക്കാരെ പറ്റിക്കും. ഒരിക്കൽ ഏതാണ്ട് ഒരു പൈസ വാങ്ങിച്ച ഭാര്യയും ഭർത്താവും കൂടെ ഇരുചക്ര വാഹനത്തിൽ വന്ന് ഇവരെ വീട്ടിൻ്റെ ഓപ്പോസിറ്റ് ഇറങ്ങുമ്പോൾ ഈ മരണപ്പെട്ടു പോയ ഉദയൻ എന്ന് പറയുന്നത് വീട്ടിൻ്റെ വാതിൽക്കലിരിക്കുകയാണ്. രാഗിണി ഈ നമ്മൾ ഇറങ്ങിപ്പോകുന്ന ഇടവഴി നിൽക്കുന്നു. അടുത്ത വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു മെസ്സേജാണ്. ഞാൻ ആ സമയത്തില്ല, കാരണം തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകൾ എൻ്റെ പാർട്ടിക്കാർ, ഞങ്ങളിവിടെ നല്ല സൗഹൃദമുള്ളവരുമാണ്. അപ്പോൾ രാഗിണി നിൽക്കുന്നു, ഓടിച്ചെന്ന് ഈ വാതിലിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് കട്ടിലിൽ പിടിച്ച് കിടത്തി തുണിയെടുത്ത് മൂടി ഏതാണ്ട് അദ്ദേഹത്തിന് അതായത് മൃതപ്രായരായി കിടക്കുന്ന നിലയിൽ കാണിച്ചു കൊടുത്തു. അന്നവരോട് പറഞ്ഞു, ഇങ്ങനെ സീരിയസ് ആണ്, ഞങ്ങൾ വളരെ ഇതൊക്കെയാണ്. പക്ഷെ അവർ പൈസ ചോദിക്കാൻ വന്ന് ആ കൊടുത്ത പൈസ ചോദിക്കാൻ വന്നവർ ചോദിക്കാതെ ഈ കണ്ടോണ്ടിരുന്നിട്ട് തിരിച്ചു പോയി. ഇതൊരു ഉദാഹരണമാണ് ഈ പറഞ്ഞത്. കുട്ടിയെ അവർ നേരത്തെ മെഡിക്കൽ കോളേജിൽ ICU യൂണിറ്റ് എന്നായി മരിച്ച കുട്ടിയെ പറഞ്ഞത്. കുട്ടിക്ക് ഇതുപോലെ അമ്മ മുത്തശ്ശി ചോറ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും കുട്ടി ഗേറ്റ് തുറന്ന് കിടന്നുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി ഓടി റോഡിലേക്ക് പോയി ഈ ഇറക്കത്തിൽ നിന്ന് വാഹനം ഇടിച്ച് കുട്ടി റോഡിൽ മലർന്നടിച്ച് വീണു. ഇത് കണ്ട് മുത്തശ്ശി കിണറ്റിൽ പോയി ചാടി. നാട്ടുകാർ വന്നാണ് കിണറ്റിൽ നിന്നും മുത്തശ്ശിയെ എടുത്ത് ഈ കുട്ടിയെ എടുത്ത് മെഡിക്കൽ കോളേജിൽ ICU യൂണിറ്റിൽ അത്യാസന്ന നിലയിലാണ്. അതുകൊണ്ട് സാമ്പത്തികമായി നിവൃത്തിയില്ല, അത് കടമായി ചോദിക്കുന്നു, അല്ലാതെ യാചനയായിട്ടല്ല. പോയി വാങ്ങുന്നത് ശ്രീതുവാണ്. അതായത് ഞാനീ പറഞ്ഞത്, ഇപ്പോൾ പുറത്തു നിന്ന് ഇങ്ങനെ ഓരോരുത്തരിൽ നിന്നും പൈസ വാങ്ങിയ വിഷയങ്ങൾ വരുമ്പോൾ ഏതറ്റം വരെ പോയും ഏത് വിധത്തിലും നിങ്ങളുടെ മനസ്സറിഞ്ഞ് നിങ്ങളിൽ നിന്ന് പൈസ വാങ്ങാൻ, പൈസ ഇരിക്കുന്നവന്റെ മനസ്സ് പഠിച്ച് വാങ്ങാൻ ശ്രീധുവിന് യാതൊരു മടിയുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ഹരിയുടെ ഇതുവരെയുള്ള പശ്ചാത്തലം. കാരണം ഹരി ജനിച്ചു വളർന്നത് ഞാനിപ്പോൾ നമ്മൾ സംസാരിക്കുന്നിടത്തുനിന്ന് എൻ്റെ വാർഡിൽ തന്നെയാണ്. അതും ഈ മരണം ഇപ്പം സംഭവിച്ചത് എൻ്റെ വാർഡിൽ തന്നെയാണ്. ഇവരെൻ്റെ രാഷ്ട്രീയ എതിരാളികളല്ല. ഞാൻ 2000 മത്സരിക്കുമ്പോഴും എനിക്ക് വോട്ട് ചെയ്തവരാണ്. അന്ന് ഞാൻ പഞ്ചായത്ത് മെമ്പറാവുന്ന വേളയിലാണ് രാഗിണിക്ക് ഈ ശ്രീകലയ്ക്ക് പഞ്ചായത്തിൽ അങ്കണവാടിയിൽ ഹെൽപ്പറായി വാങ്ങി കൊടുക്കുന്നത് ഞാനാണ്. ഇപ്പോഴും എൻ്റെ ഓർഡറാണ്. അതുകൊണ്ട് എനിക്ക് അവരോട് യാതൊരു പകയോ ഒന്നും ഉള്ളതല്ല. പക്ഷേ ഈ സംഭവങ്ങൾ കേട്ടപ്പോൾ ഇതൊരിക്കലും ഞങ്ങൾക്ക് നീതിക്ക് നിരക്കുന്നതല്ല, ഈ നാട്ടിൽ സംഭവിക്കാത്തതാണ്, ഒരിടത്തും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഈ കുട്ടിയാണ് ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ. പക്ഷെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അമ്മ പറഞ്ഞെന്താണ്, ഞങ്ങൾ അന്ന് പറഞ്ഞ പോലെ 3 കുഴ വെളിയിലിട്ടിട്ടുണ്ട്, കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാനെന്നാണ്. ആ കുഴ കണ്ടാലറിയാം, ഒരു താറാ കോഴി എടുത്ത് നോക്കിയാൽ പോലും കോഴി നിൽക്കത്തില്ല, പൊട്ടി തറയിൽ വീണു. അതൊന്നും കുട്ടിയെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ പോയിരുന്നു. ഞാൻ ഉടനെ എത്തി നോക്കി. ഞാൻ എന്നിട്ട് അവരോട് ചോദിക്കുക, അപ്പൊ ഞാനടക്കം അവിടെ വരണ്ടു പോയി, കാരണം കുട്ടി എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ എന്നിട്ട് അവരോട് ചോദിക്കുന്നു, ഇന്നലെ നിങ്ങൾക്ക് വല്ല പരിചയമില്ലാത്ത ആളുകൾ നിങ്ങളുടെ നടയിൽ വന്നോ? ഞാൻ ചോദിക്കുകയാണ്. രാഗിണിയുടെ അടുത്ത് ചേറിലിരുന്നിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. രാഗിണി എന്ന് പറഞ്ഞാൽ ശ്രീകലയെടുത്ത് അടുത്ത് ചേറിലിരുന്ന് ചോദിക്കുന്നു. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ മൂത്ത മകൾ പാർവണയന്തുവും ശ്രീതുവും കസേലിരിപ്പുണ്ട്. അപ്പൊ ഈ രാഗിണി അലമുറയിട്ട് വിളിക്കുന്നുണ്ട്, ശ്രീതു കരയുന്നുണ്ട്. ഒരു സാധാ ഇരുന്ന് സങ്കടത്തിലിരിക്കുന്ന ഒരു ഇതുള്ളൂ. ഈ അമ്മയുടെ ദുഃഖം അവിടെ ഞാൻ കാണുന്നില്ല. പക്ഷെങ്കിൽ ഞാൻ സംശയിക്കുന്നില്ല, ഇങ്ങനെ ഒരു ചിന്ത എനിക്ക് വരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ആ സംശയമുള്ളവർ കണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ പറഞ്ഞു, 2 മണിയോടുകൂടി പരിചയമില്ലാത്ത ഒരാൾ ഇവിടെ വന്നതായി കണ്ടു, പക്ഷെ ഞങ്ങളല്ല കണ്ടത്, മകൾ പാർവണയന്തുവാണ് കണ്ടത്, 7 വയസ്സോളം പ്രായമായ ഈ കുട്ടിയാണ് കണ്ടത് എന്ന് പറഞ്ഞു. ഞാനപ്പോൾ മകളോട് ചോദിച്ചു, മോളെ വന്നയാൾ ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി കസേര എന്ന കുട്ടി പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു, അത് പിന്നെ അങ്ങനെ ഞാൻ കണ്ടില്ല, നിഴലാണ് കണ്ടത്. എന്നോട് പറഞ്ഞതാണ് കുട്ടി പറഞ്ഞത്. അത് എത്ര മണിക്കാ?
2 മണിക്ക് ആണ്. എപ്പോഴാ? ഉച്ചയ്ക്കല്ല, വെളുപ്പിന് 2 മണിക്ക്. എങ്ങനെയായി കുട്ടിയുണ്ടത്? 2 മണിക്കും 3 മണിക്കും ഇടയിലാണ് ഈ ഉദയൻ കിടന്ന മുറിയിൽ തീപിടുത്തം ഉണ്ടായെന്ന് തോന്നുന്നു. തീപിടുത്തം ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് അനുമാനിക്കുന്നുള്ളൂ. അയാളൊരു പുകവലിക്കുന്ന ആളോ മദ്യപിക്കുന്ന ആളോ അല്ല. എങ്കിൽ നമുക്ക് ചിന്തിക്കാം, അയാൾക്ക് ഉറക്കം വരാത്തത് കൊണ്ടെടുത്ത് സിഗരറ്റ് തീ കൊളുത്തി, ആ തീപ്പെട്ടിക്കുള്ളി അറിയാതെ എറിഞ്ഞു തീ പിടിച്ചു. അല്ലെങ്കിൽ വലിച്ച തീർന്ന സിഗരറ്റ് കുട്ടികൾ ഉറക്കത്തിന്റെ മയക്കത്തിൽ അതിനെ എറിഞ്ഞു, അങ്ങനെ പറ്റി. ഇതങ്ങനെയൊന്നുമല്ല. അപ്പൊ അവിടെ തീപിടുത്തം ഉണ്ടാക്കിയത് കൃത്രിമമാണ്. മണ്ണെണ്ണയുടെ സ്മെല്ലുണ്ട്. ഞാനത് കയറി നോക്കുമ്പോൾ വെള്ളം ഒഴിച്ചവർ തീ കെടുത്താൻ വേണ്ടി മാത്രമല്ല വെള്ളം ഒഴിച്ചിരിക്കുന്നത്, ഫയർവോഴ്സ് വെള്ളം ചീറ്റി ഒഴിച്ചവർ ഒഴിച്ചിരിക്കുന്നു. അപ്പോൾ ഈ മണ്ണെണ്ണയുടെ സ്മെല്ലടക്കം മാറ്റാൻ വേണ്ടിയാണ്. എന്നിട്ടും പ്രകൃതി അത് വിടില്ല എന്ന് പറഞ്ഞതുപോലെ മണ്ണെണ്ണയുടെ രൂക്ഷഗന്ധം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളെല്ലാം നടക്കുമ്പോഴും ഈ ശ്രീധുവിന്റെ ഭർത്താവ് അറിയുന്നില്ല എങ്കിൽ ശ്രീധു മറ്റൊരു ജോലിയായി പ്രവർത്തിച്ചു എന്നൊരു സംശയമുണ്ട്. കാരണം അദ്ദേഹം കടന്ന ഭാഗത്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ശബ്ദം കേട്ടുകൊണ്ട് കിടക്കാൻ കഴിയില്ല. ഇല്ല. പിന്നെ മറ്റൊരു ഞങ്ങൾക്ക് ബലമായ സംശയം, ശ്രീധുവും ഭർത്താവും ഈ കുഞ്ഞ് ജനിച്ച് കുറച്ചു നാളായിരുന്നല്ലോ, ഒരു കൂരയ്ക്ക് കീഴിൽ കഴിഞ്ഞിട്ടേയില്ല. അപ്പൊ അങ്ങനെയുള്ള ഇദ്ദേഹം ഈ മരണാനന്തര ചടങ്ങുകൾക്ക് 16-ന്റെ അന്ന് ഇദ്ദേഹം സ്വയം അന്ന് വരേണ്ട ആള് 15-ന്റെ അന്ന് സ്വയം വന്നതാണോ, ഇവർ നിർബന്ധിച്ച് വിളിച്ചു വരുത്തിയതാണോ എന്നൊരു സംശയമുണ്ട്. അത് അയാളോട് ചോദിച്ചാൽ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ അയാൾ ഇതിൽ പെട്ടുപോയതാണ്, പാവമാണ്. ഞങ്ങൾ നാട്ടുകാർ അങ്ങനെ വിശ്വസിക്കുന്നത്. അയാൾക്ക് അങ്ങനെ ഒരു അക്രമാവസ്ഥനുള്ള ആളൊന്നുമല്ല. ഒരു പക്ഷേ അയാളെ നിർബന്ധിച്ചാണ് വിളിച്ചു വന്നു എന്ന് അയാൾ പറയുന്നു എങ്കിൽ സംശയിക്കേണ്ട, ഈ കൊലപാതകം ശ്രീധു ഇത് കാൽക്കുലേറ്റ് ചെയ്തു വെച്ച് തന്നെയാണ്. ഈ കുട്ടിയുടെ നാശമുണ്ടാക്കാൻ ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ട് അച്ഛൻ്റെ തലയ്ക്കൽ വെച്ച് കിട്ടാൻ. കാരണം ഞാൻ ചോദിക്കും, കുട്ടി എവിടെയാണ് കിടന്നത്? അച്ഛൻ്റെ അടുത്താണ് കിടന്നെന്ന് പറഞ്ഞത്. കുട്ടിബലത്തിൽ അച്ഛൻ്റെ അടുത്തല്ല കിടന്നത്, മനസ്സിലാക്കണം. അപ്പൊ അതിൽ നിന്നെല്ലാം കൂടെ നമ്മൾ വായിച്ചു നോക്കുമ്പോഴേക്കും ഇതിന്റെ ബ്രെയിൻ ഇത് ശ്രീധു ആണെന്ന കാര്യത്തിൽ ഒരല്പം പോലും സംശയം ഞങ്ങൾക്കില്ല. അതൊട്ടും സംശയിക്കേണ്ട. പക്ഷെ ഇപ്പൊ ഈ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇയാളിങ്ങനെ ചാറ്റ് ചെയ്യുന്നുണ്ട്, ഇയാളിങ്ങനെയൊക്കെയാണെന്നുള്ളത് അയാളുടെ സ്കൂൾ വിദ്യാഭ്യാസ പഠനവുമായി നോക്കുമ്പോൾ, ഞാനിപ്പോ സ്കൂളിലെ ഹെച്ചമായിട്ട് സംസാരിച്ചു. അപ്പൊ അങ്ങനെയുള്ളൊരു ബ്രെയിൻ വരാനുള്ള കുട്ടിയൊന്നുമില്ല. പിന്നെ കാലം മൊബൈൽ ഉപയോഗിക്കുന്നതിന് അങ്ങനെ വലിയ ബ്രെയിൻ വേണ്ട ഇപ്പോഴത്തെ പിള്ളേർക്ക്. അപ്പൊ അങ്ങനെ ആകാം. പക്ഷെ എന്തായാലും ഈ പറയുന്ന രീതിക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് ഇവർക്കുണ്ടായിട്ടില്ല. പിന്നെ ഇപ്പൊ ഈ ജോലി കിട്ടി 2 വർഷത്തിനകത്താണ് ജോലി ആയെന്ന് പറഞ്ഞു തുടങ്ങിയതും പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് തല ഈ പറഞ്ഞ മുട്ടയടിച്ച് അച്ഛൻ്റെ സുഖമില്ലാന്ന് പറഞ്ഞ് കടിച്ചത്. അപ്പൊ എനിക്കിപ്പോ മനസ്സിലാക്കാൻ കഴിയുന്ന, ഞങ്ങൾക്ക് ഈ ജ്യോത്സ്യനുമായി ബന്ധപ്പെട്ടതിന് ശേഷം സ്വാമിയുടെ പേര് പറഞ്ഞു. അപ്പൊ നേരത്തെ അറിയാൻ കഴിഞ്ഞത് സ്വാമിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ വിശ്വാസം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഈ സ്വാമി വഴി അല്ലെങ്കിൽ ജ്യോത്സ്യം വഴി നടത്തിയ കുൽസിത ശ്രമങ്ങളാണ് എങ്കിൽ ഈ സാമ്പത്തികം ഒഴുകിയിരിക്കുന്നത് സംശയിക്കേണ്ട ആ ഭാഗത്തേക്ക് തന്നെയാണ്. കാരണം ഇവരുടെ ഒരു വീട്, അവരുടെ കുടുംബ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുക ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ലൈഫിലുണ്ട്. ഞാൻ ചെല്ലുമ്പോഴേക്കും എന്നോടും ചോദിക്കും, രാഗിണി ചോദിക്കണം, മെമ്പർ കിട്ടുമോ എന്നാണ് ചോദിക്കുന്ന വീട്. അപ്പൊ എങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഇത്രയും മറിച്ചവർക്ക് ഒരു വീട് അവിടെ വയ്ക്കാം. അങ്ങനെ കടം വന്നതല്ല, 2 സെന്റ് ഭൂമി വാങ്ങിച്ച് കടം വന്നതല്ല. എങ്കിൽ ഇത്തരണത്തിൽ പോയതാണോ എന്നൊരു സംശയം കൂടി ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഈ കുട്ടിയുടെ അച്ഛനെ പിന്നെ കണ്ടായിരുന്നോ? ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും അദ്ദേഹത്തിനെ ബന്ധുക്കൾ കൂട്ടിക്കൊണ്ടുപോയി. അത് കൂട്ടിക്കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ബന്ധുക്കളുടെ മനസ്സ് ഞാൻ ഒരാൾ സംസാരിച്ചു, അവർക്ക് ഭയമുണ്ട് ഇവിടെ നിൽക്കുന്ന ആളുകൾ ഏത് തരത്തിൽ പ്രതികരിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് കുട്ടിയെ അങ്ങോട്ട് അത് മറവ് ചെയ്യാൻ എടുത്തുകൊണ്ട് പോയി സ്വപ്നമാകുമ്പോൾ തന്നെ അത് പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ അച്ഛനെ ബന്ധുക്കൾ കൊണ്ടുപോയി. ഞാൻ കണ്ടുകൊണ്ട് നിൽക്കും. ഞാനെല്ലാം ഒരാൾ സംസാരിച്ചു. പക്ഷെ അത് ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം നിൽക്കുന്ന ആൾ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു ഭാഷ സംസാരിക്കുമോ ഇല്ല. പക്ഷെ അങ്ങനെ സംസാരിക്കില്ല. കാരണം അച്ഛനെ ഞങ്ങൾക്ക് സംശയമില്ല. ഇന്നലെ വന്ന് രാഗിണി ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോഴും അവിടെ നിന്ന സ്ത്രീകളുടെ ഫേസ് ഇംപ്രഷൻ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. മുഴുവൻ പേര് നല്ല അരിച്ചം കൊണ്ടാണ് നിന്നത്. കാരണം ഇവളാണ് ഇതിന്റെ ആള്, ഇവൾക്കിത് ഒഴിവാക്കാമായിരുന്നില്ലേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന നിലയിലായിരുന്നു നിൽക്കുന്നത്. അതേ സ്ഥലത്ത് ശ്രീധു ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ കൈവിട്ടു പോയേനെ ചിത്രങ്ങൾ. അത്ര കണ്ട് അരിച്ചുണ്ട്. കാരണം ഈ ഓമനെ, ഈ പിഞ്ചു കുഞ്ഞിനോ മനസ്സാക്ഷി ഞെട്ടിപ്പോവില്ലേ? ഞങ്ങളുടെ ഈ നാട് ഒരിക്കലും ആഗ്രഹിക്കാത്തത്, ഈ നാട്ടിൽ ഒരിക്കലും ഇനി സംഭവിക്കരുത്, ഇങ്ങനൊന്നും ഒരിടം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കാത്ത സംഭവം ഞങ്ങൾക്ക് പറയാൻ വാക്കുകൾ വരുന്നില്ല. അത്ര ഒരു കുട്ടി ഇന്നലെ ആ പൊതിഞ്ഞ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് തരുമ്പോൾ അവിടെ നിന്ന് ആളുകളുടെ വികാര പ്രകടനം കാണണം. മാലാഖ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു മാലാഖ കുട്ടിയായിരുന്നു. ഇതെങ്ങനെ ചെയ്തു? എന്തിനു വേണ്ടി ചെയ്തു? അതുകൊണ്ട് ഈ ഒരു സംഭവം ഉണ്ടാകരുത്. ശ്രീധുവിനെ പിടിച്ചാൽ മാത്രം മതി. പോലീസ് ഒരു പക്ഷേ, ഞാൻ പോലീസിനെ കുറ്റപ്പെടുത്തുന്നില്ല, പോലീസ് എന്നല്ല അറിഞ്ഞത് മുതൽ വളരെ താല്പര്യത്തോടുകൂടി ആ കിണർ പരിശോധനയടക്കം പറഞ്ഞ നിമിഷം കൊണ്ട് DSPയെ ഞാൻ അക്കാര്യത്തിൽ അഭിനന്ദിക്കുന്നുണ്ട്. അദ്ദേഹം വന്ന് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഫയർഫോഴ്സിനെ പെട്ടെന്ന് വിളിക്കുന്ന സിയോട് പറയുന്നു, പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഈ പറഞ്ഞ് കുറച്ച് നേരത്തിനകത്ത് തന്നെ ഫയർഫോഴ്സ് എത്തി കാര്യങ്ങൾ പരിശോധിച്ചു, ഐഡന്റിഫൈ ചെയ്യുന്നു. പക്ഷേ അത് ഹരികുമാറിൽ മാത്രമായി പോലീസ് ഒതുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിനകത്ത് സംശയമുണ്ട്. കാരണം പോലീസ്
പരമോന്നത ബഹുമതിക്ക് അർഹതയായി. കാരണം ഞങ്ങൾ 24 മണിക്കൂറിനകം പ്രതിയെ തെളിയിച്ചെടുത്തു എന്ന് കഴിയിച്ച് കേസ് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നേ പറയാൻ പറ്റൂ. മറിച്ച് ശ്രീതുവാണ് ഇതിന്റെ കഥാനായിക. പശ്ചാത്തലം, സാഹചര്യങ്ങൾ ഇതെല്ലാം നോക്കുമ്പോൾ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ബലമായ സംശയമുണ്ട് ശ്രീതു തന്നെയാണ് എന്റെ ബ്രെയിൻ. ഇതാണ്.